വേറെ കുടിച്ചോ. അടുത്ത കത്തിക്കടി അത് നോക്കി ഏതാ അയ്യോ ഹായ് ഡേസ്. അപ്പോൾ ദേ വിഷു അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല, കൊച്ചിന് ഇഷ്ടമുള്ളതുകൊണ്ട് വാങ്ങിയത്. പക്ഷേ ഈ പ്രാവശ്യം അവൻ ഇതിന് വന്നില്ല, അധികം പേടിയായിട്ടായിരുന്നു നിന്ന് ചേച്ചി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. അപ്പോൾ ദേ കൊച്ചും പപ്പയും കൂടി അകത്ത് കയറി പേടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ ഇതേ കത്തിച്ച് കുറച്ച് ഞാൻ കത്തിച്ചിട്ട് റെസ്റ്റാണ്. എനിക്കിത് പേടിയാണ്. ഇത് കണ്ടോ, പകുതി സാധനം കത്തും, പകുതി കത്തില്ല. അപ്പോൾ പകുതി നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ ഒന്ന് കത്തിക്കുക. അപ്പോൾ പിന്നെ അത് കത്തിക്കോളും കണ്ടിന്യൂ. ഇപ്പോൾ ഒരുവിധം തീരാനായി. കണ്ട ഈ സംഭവം എന്ന് പറഞ്ഞാൽ മേത്ത് വീഴുമെന്നൊക്കെ ഡൗട്ടുണ്ട്. ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. പിന്നെ ഉണ്ട് ലാസ്റ്റ് വൺ, ഇതെനിക്കിഷ്ടപ്പെട്ടു ഈ സംഭവം. നമ്മൾ ഈ പള്ളിപ്പെരുന്നാളൊക്കെ യൂസ് ചെയ്യണ സംഭവം കേട്ടോ. പക്ഷേ എല്ലാം സേഫായിട്ട് നമുക്കറിയില്ല, നമ്മളിത് എങ്ങനെ കത്തിക്കണം അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം നമുക്കറിയില്ല. ഇതിങ്ങനെ കറക്കാൻ പാടില്ല അധികം. കണ്ട പോരും, കണ്ട ഇങ്ങനെ കണ്ട കാണുന്നുണ്ടോ? ഹായ് കണ്ട ഇറങ്ങ ടിഷ് അതല്ലേ. പക്ഷെ പകുതിയല്ല കേട്ടോ, കുറച്ചല്ലേ കണ്ട. എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ, ഇങ്ങനെ ചോട്ടാ തീർക്കല്ലേ ചോദിച്ചാ കോപ്പിലല്ലേ. Yo! Vai,
വേറെ വാ ആ രണ്ടെണ്ണം മതി. വിഷു കത്തിക്കണമെന്ന് അറിയൂ. അപ്പോൾ ദേ വിഷു എനിക്കറിയില്ല അതിനെന്താ സംഭവമെന്ന്. അപ്പോൾ ജസ്റ്റ് ദേ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെ വിഷു നമ്മൾ സന്ധ്യയാകുമ്പോൾ കത്തിക്കണം. ഇപ്പോൾ പുറത്തൊക്കെ പോയോണ്ട് ടൈമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മൂലക്കാകുമ്പോൾ എല്ലാം ചവറെല്ലാം കൂട്ടിയിട്ട് വിഷു കത്തിക്കണം. എന്താ പറയുക, വിഷുക്കാനെയോ വിഷു എനിക്കറിയില്ല, ഞാൻ ചോദിക്കാണ്. അപ്പോൾ അങ്ങനെ എന്താ കത്തിച്ചപ്പോൾ കത്തിച്ച് പപ്പയും മോനും കൂടി കയറി അകത്തേരി ഇരിക്കണുണ്ടോ. മകൻ പേടിച്ച് ഏറിക്കേ ഹായ് പറഞ്ഞേരിക്കേ, ഹായ് പറഞ്ഞേരിക്കേ, ഹായ് പേടിത്തൂറനെ ഇറങ്ങി ഇച്ചായ ഹായ് പറഞ്ഞേ, ഹായ്. അപ്പം അവർ ഇച്ചായ ഇത്ര നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി വിഷു.